കോളേജ് അധ്യാപകനും സാഹിത്യകാരനും സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥിന്റെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റി അദ്ദേഹത്തെ പറ്റി ഞാൻ അവലോകനം ചെയ്യുമ്പോൾ ഞാൻ വേദവ്യാസനെ ഓർത്തുപോകുന്നു. മറ്റൊന്നും കൊണ്ടല്ല, വേദങ്ങളെ ഓർത്തുപോകുന്നു. വേദം വിദ് എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ്. വേദം നമുക്കൊക്കെ അറിയാം. അറിവ് എന്നാണ് അർത്ഥം. പണ്ട് വേദം ഒന്നായിരുന്നു, അതിനെ 4ആയിട്ട് വ്യസിച്ചത്, ഭിന്നിപ്പിച്ചത്, അത് വിഭജിച്ചത് അത് വേദവ്യാസനാണ്. അതുകൊണ്ടാണ് അതിന് വേദവ്യാസൻ, കൃഷ്ണദ്വൈപായനെ വേദവ്യാസൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്കൊക്കെ അറിയാം ആ 4 വേദങ്ങൾക്ക് യജുസ, സാമം, അഥർവ എന്നിങ്ങനെ 4 വേദങ്ങളാണെന്നൊക്കെ അറിയാം. ആ 4 വേദങ്ങൾ പോലെ 4 മുഖങ്ങളാണ് രവിക്കുള്ളത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. 1ാമത്തെ മുഖമെന്ന് പറയുന്നത് അധ്യാപകൻ്റെ മുഖമാണ്. 2ാമത്തെ മുഖമെന്ന് പറഞ്ഞ പ്രഭാഷകൻ്റെ മുഖമാണ്. 3ാമത്തെ മുഖം എന്ന് പറയുന്നത് സാഹിത്യകാരൻ്റെ മുഖമാണ്. 4ാമത്തേത് ഒരു ഭക്തൻ്റെ മുഖമാണ്. ആദ്യത്തെ 3 ഞാൻ കളയുകയാണ്. നിങ്ങൾ ചിലർ സംശയിക്കുന്നുണ്ടാവും, കോഴിശ്ശേരി രവീന്ദ്രനാഥ് അങ്ങനെ ഭക്തനാണോ? അദ്ദേഹത്തെ ചന്ദനക്കുറിയോ അല്ലെങ്കിൽ സിന്ദൂരക്കുറിയോ തങ്കഭസ്മ കുറിയോ ഒന്നും ഇട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഒരു അമ്പല നടയിലും നമ്മൾ കണ്ടിട്ടില്ല, ഒരു പള്ളി അങ്കണത്തിലും കണ്ടിട്ടില്ല. ഇന്നത്തെ ചില മന്ത്രിമാരൊക്കെ ചെയ്യുന്ന പോലെ പാസ്റ്റർമാരുടെ മുന്നിൽ നിന്ന് പശ്ചാത്തപിക്കുന്നതും കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം എങ്ങനെയാണ് ഭക്തനാകുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭക്തി മനസ്സിലാകുന്നത്. ആരാധനയുടെ തത്വശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം എഴുതണമെങ്കിൽ ഒരു ഭക്തൻ മനസ്സുള്ള ഒരു മനുഷ്യനല്ലാതെ കഴിയില്ല. ആരാധനയുടെ തത്വശാസ്ത്രം, അതിനകത്ത് അദ്ദേഹം തത്വമസി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, 18ാം പടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഭഗവത്ഗീത എന്താണ്, ഭഗവത്ഗീതയുടെ സാരം എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാം ദൈവാധീനം ജഗത്സർവം അദ്ദേഹത്തിൻ്റെ ലേഖനമാണ്. ഇതൊക്കെ എഴുതണമെങ്കിൽ വളരെ ഭക്തനായ ഒരു മനുഷ്യനല്ലാതെ സാധിക്കുമോ? മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൃതികൾ ഞാൻ നോക്കിയിട്ടുണ്ട്. അത് ഉപനിഷത്ത് സന്ദേശം, ഒരു കൃതിയുടെ പേരുണ്ട് ഉപനിഷത്ത് സന്ദേശം. അദ്ദേഹം എത്രമാത്രം ഉപനിഷത്തുകൾ ഉൾക്കൊണ്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ തന്നെ റെഫർ ചെയ്ത് കാണും. ഉപനിഷത്ത് സന്ദേശം എഴുതുന്നു. രാമായണ വിചാരം, അതിന് അവതാരി എഴുതി കൊടുത്തത് ഞാനാണ്. രാമായണ വിചാരം എഴുതിയിട്ടുണ്ട്. ദർശന വഴിയിലെ കെടാവിളക്കുകൾ അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ്. അദ്ദേഹം 2 കൃതികൾ ഗാനാത്മകമായിട്ട് രചിച്ചിട്ടുണ്ട്. 2 ഭക്തി കീർത്തനങ്ങൾ. ഒന്ന് നിവേദ്യം എന്നാണ്, മറ്റൊന്ന് പൂപ്പാലിക എന്നാണെന്ന് ഞാൻ ഓർക്കുന്നു. എല്ലാറ്റിലും ഉപരി അദ്ദേഹം അവസാനമായിട്ട് തർജ്ജമ ചെയ്ത് മിസ്റ്റിക് പോയംസ് ആയിട്ടുള്ള ടാഗോറിൻ്റെ ഗീതാഞ്ജലിയാണ്. അപ്പോൾ മിസ്റ്റിക് പോയംസ് ആയിട്ടുള്ള ടാഗോറിൻ്റെ ഗീതാഞ്ജലിയോ അല്ലെങ്കിൽ ഉപനിഷത്തിൻ്റെ സന്ദേശമോ അതുപോലെയുള്ള ആധ്യാത്മിക കൃതികൾ എഴുതണമെങ്കിൽ ഒരു ഭക്ത മനസ്സിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. ബി ദിലീപൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കുമ്പളത്ത് മധുകുമാർ, മായ വാസുദേവ്, തോമസ് പ്രണാല വർഗീസ്, പ്രേംജിത്ത് കായംകുളം, ശശികല രംഗനാഥ്, സോമശേഖരൻ ഉണ്ണിത്താൻ, ലത അനിൽ, ഡോക്ടർ B ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വിഷ്ണുനാഥ് കോഴിശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.